പ്രേക്ഷകരെ, വയനാട്ടിലെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ നിയമ നടപടിയുമായി കോൺഗ്രസ്. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതായി ചൂണ്ടിക്കാട്ടി KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് പോലീസിൽ പരാതി നൽകി. ചൂരൽമലയിലെ ശ്രുതിക്ക് വീട് നൽകാമെന്ന് പറഞ്ഞു പറ്റിച്ചുവെന്ന ആരോപണത്തിൽ CPM ജില്ലാ സെക്രട്ടറി K റഫീഖിനെതിരെ T സിദ്ദിഖ് MLAയും നിയമ നടപടി സ്വീകരിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും പോലീസിലും പരാതി നൽകും. കോൺഗ്രസിന്റെ ഫണ്ടിനെ കുറിച്ച് KPCC പ്രസിഡന്റ് ജനങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. അതേസമയം വിഷയം പ്രചാരണായുധമാക്കുകയാണ് LDF. ഫണ്ടില്ലാതെ ഉടൻ വീട് നിർമ്മിച്ച് കൈമാറുമെന്ന് പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കണമെന്ന് മന്ത്രി K രാജൻ ആവശ്യപ്പെട്ടു. കേസ് കൊടുക്കാനുണ്ടായ സാഹചര്യം വ്യാജ പ്രചരണമാണ് CPMന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് KPCC പ്രസിഡന്റ് കണക്ക് പറഞ്ഞിട്ടുണ്ട്. അനാവശ്യമായി ഒരു ഇലക്ഷൻ സ്റ്റണ്ട് ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ട് മാത്രം വ്യാജ പ്രചരണം നടത്തുകയാണ് CPMന്റെ എല്ലാ ഹാൻഡിലുകളും. അത് ശരിയായ ഒരു രീതിയല്ല. 5 കോടി ചില്ലുവാനം എന്നുള്ള നമ്മുടെ കണക്കിന്റെ ഏറ്റവും അവസാനം ഒരു ഡിജിറ്റ് അവർ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇത് കണ്ടെത്തണം. അത് ഞാൻ DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഈ കേസ് ശക്തമായി ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകും. മാധ്യമങ്ങളിലൂടെ നടത്തുന്ന ഈ പ്രചരണം തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് മാത്രമാണ് എന്നുള്ളതാണ് കോൺഗ്രസിന് പറയാനുള്ളത്. ഫണ്ട് സംബന്ധിച്ച് പറയാനുള്ളതെല്ലാം KPCC പ്രസിഡന്റ് പറഞ്ഞു. പാർട്ടി ഫണ്ടിനെ കുറിച്ചൊക്കെയുള്ള പത്രസമ്മേളനം ഞങ്ങൾ ക്ലിയർ ആയിട്ട് നടത്തി. KPCC പ്രസിഡന്റ് കണക്ക് പറഞ്ഞു. നിങ്ങൾ CPM രക്തസാക്ഷി ഫണ്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവരെന്താ പറഞ്ഞത്? നിങ്ങളോട് പറയേണ്ട കാര്യമല്ല, ജനങ്ങളോട് പറയേണ്ട കാര്യമല്ല. ഈ ഭരണം തന്നെ അവസാനിക്കാനിരിക്കുക. അപ്പൊ അതിന്റെയൊക്കെ യഥാർത്ഥ അന്വേഷണം നടക്കും. അതിന്റെ യഥാർത്ഥ പ്രതികളെയും പുറത്തു കൊണ്ടുവരും. KPCCക്ക് എത്ര കാശ് കിട്ടിയിട്ടുണ്ടെന്ന് KPCC ആണ് പറയേണ്ടത്. അത് സത്യസന്ധമാണോ എന്ന് കാലം വിലയിരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പറഞ്ഞ കണക്കിൻ്റെ ഒരു പ്രശ്നമുള്ളത് കിട്ടിയ കാശ് മുഴുവൻ ഭൂമി മേടിക്കാൻ ചെലവഴിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ചെറിയ കാലം കൊണ്ട് ഞങ്ങൾ ഈ വീട് പൂർണ്ണമായിട്ടും ഉണ്ടാക്കി നാടിന് സമർപ്പിക്കും എന്ന് പറയുന്നത്? ഇതിപ്പോൾ ഞങ്ങളോടൊന്നും മറുപടി പറയണ്ട, പക്ഷേ ആ വയനാട്ടിലെ മനുഷ്യരോട് മറുപടി പറയേണ്ടി വരും. ഷഹബാസ് അഹമ്മദും ദീപക് മോഹനും അർജുൻ കല്യാണും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം ഷഹബാസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഷഹബാസ്, ഈ 54 കോടി എന്ന് പറയുന്ന സംഖ്യയാണ് ഏറ്റവും അവസാനം ആ ആപ്പിൽ കണ്ടത് എന്ന സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിക്കുന്നുണ്ടായിരുന്നു. അതൊരു വ്യാജ സ്ക്രീൻഷോട്ടാണ്. അത് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടിയെടുക്കുമെന്ന് ഇന്നലെ തന്നെ UDF വ്യക്തമാക്കിയതാണ്. ഇന്ന് ദീപ്തി മേരി വർഗീസിന്റെ പരാതിയുടെ പൂർണ്ണരൂപം എന്താണ്? മാധു, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ 54 കോടി രൂപയാണ് കോൺഗ്രസ് ആകെ പിരിച്ചത് എന്ന തരത്തിലുള്ള സ്ക്രീൻഷോട്ടുകളാണ് സൈബർ ഹാൻഡിലുകളിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. CPM പ്രവർത്തകരും CPM സൈബർ ഹാൻഡിലുകളുമാണ് അത്തരത്തിൽ വ്യാജ പ്രചാരണം നടത്തുന്നത് എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ 5 കോടി 4 ലക്ഷം രൂപ 5.5 കോടി രൂപയോളം പിരിച്ചു എന്നതിൽ ഒരു സംഖ്യ കൂടി അവസാനം ചേർത്തുകൊണ്ട് അതിനെ 54 കോടി രൂപയോളം ആക്കിക്കൊണ്ട് വ്യാജ പ്രചാരണമാണ് നടക്കുന്നത്. വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയാണ് ഇത്തരത്തിൽ പ്രചാരണം നടക്കുന്നതെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്. അതിനെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഇത് ആസൂത്രിതമായി നടക്കുന്ന നീക്കമാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സ്റ്റണ്ടാണ് CPMന്റെയും CPM സൈബർ ഹാൻഡിലുകളുടെയും ഭാഗത്ത് നിന്ന് നടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിക്കൊണ്ട് വ്യാജ പ്രചാരണം നടത്തുന്നത്. ഈ വോട്ടർമാരെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം M സ്വരാജ് അടക്കമുള്ള നേതാക്കൾ പച്ചക്കള്ളം പുറത്തുവിടുകയും ഒപ്പം ഈ സൈബർ ഹാൻഡിലുകൾ അതിന് കൂട്ടുപിടിക്കുകയും ചെയ്യുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ വ്യാജ പ്രചാരണം വ്യാപകമായി നടക്കുന്നത്. അതിനെതിരെ കർശനമായ നടപടിയെടുക്കണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സൈബർ ഹാൻഡിലുകളുടെ അല്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് അക്കൗണ്ടുകളുടെ ഈ സ്ക്രീൻഷോട്ട് അടക്കം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ DGPക്ക് ദീപ്തി മേരി വർഗീസ് പരാതി നൽകിയിരിക്കുന്നത്. വളരെ ആസൂത്രിതമായ നീക്കമാണ് ഈ സൈബർ ഹാൻഡിലുകളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ CPMന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഈ അവസാന ലാപ്പിൽ ഈ വോട്ടർമാരെ സ്വാധീനിച്ച് അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് മറിക്കാനുള്ള ഒരു തന്ത്രമാണ് CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വ്യാപകമായി ആരോപണം ഉന്നയിക്കുന്നത്. ശരി, ഷഹബാസ് അഹമ്മദാണ് പരാതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. ദീപക് മോഹൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ദീപക്, ശ്രുതിക്ക് വീട് വെച്ച് നൽകും എന്ന് പറഞ്ഞു പറ്റിച്ചു എന്നുള്ളതാണ് ഇന്നലെ ഡിവൈഎഫ്ഐയുടെ CPMന്റെ ജില്ലാ സെക്രട്ടറി K റഫീഖ് വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞത്. സിദ്ദിഖിനെതിരായ ആരോപണമായി. സിദ്ദിഖ് അത് നിഷേധിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ തന്നെ. പക്ഷേ ഫേസ്ബുക്ക് പോസ്റ്റുകളടക്കം അതിന്റെ സ്ക്രീൻഷോട്ടുകളടക്കം പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ സജീവമാകുന്നതും കണ്ടു. മാത്രമല്ല, ഈ വീടിന്റെ ഡിസൈൻ അടക്കം ശ്രുതിയെ കാണിക്കുന്നതും അത് വിവരിക്കുന്നതും ഒക്കെ കണ്ടു. പക്ഷേ ഇപ്പോൾ സിദ്ദിഖ് എന്തായാലും നിയമ നടപടിയുമായി പോവുകയാണ്. മാധു, അതായത് ഇന്നലെ ഈ ചൂരൽമലയിലെ ശ്രുതിക്ക് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ചു T സിദ്ദിഖ് എന്നായിരുന്നു CPMന്റെ ജില്ലാ സെക്രട്ടറി K റഫീഖിന്റെ ആരോപണം. ഇതിനെതിരെയാണ് ഇപ്പോൾ നിലവിലെ UDFന്റെ സ്ഥാനാർത്ഥിയായ T സിദ്ദിഖ്, അതായത് മുൻപ് അദ്ദേഹം ഇവിടുത്തെ MLA ആയിരുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തി തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള ശ്രമം CPM നടത്തുന്നു. അതോടൊപ്പം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ചില ഭാഗങ്ങൾ
മാത്രം അടർത്തിയെടുത്ത് കൃത്രിമമായി കള്ളപ്രചരണം നടത്തുന്നു. ഇതിനെതിരെയാണ് പോലീസിനും ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകുവാനായി ഇപ്പോൾ ടി സിദ്ദിഖ് തീരുമാനിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ആവശ്യം. ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ CPM ജില്ലാ സെക്രട്ടറി റഫീഖ പത്രസമ്മേളനം വിളിച്ചാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. സിദ്ദിഖ് പറ്റിച്ചു എന്നായിരുന്നു റഫീഖിന്റെ ഇന്നലത്തെ ആരോപണം. എന്നാൽ അതിലും കൃത്യമായ രീതിയിൽ സിദ്ദിഖിന്റെ ഭാഗത്തു നിന്ന് മറുപടി കൊടുത്തു. താൻ ഒരു തരത്തിലും ആളെ പറ്റിച്ചിട്ടില്ല, താൻ ആർക്കും വീട് നൽകാമെന്ന് പറഞ്ഞിട്ടില്ല. ശ്രുതിക്ക് വീട് നൽകാമെന്ന് പറഞ്ഞത് തൃശ്ശൂർ ആസ്ഥാനമായിട്ടൊരു സ്ഥാപനമാണ്. പക്ഷേ അവർ വീട് വെച്ച് നൽകാത്തതിന് തന്നെ പഴിചാരിയിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലേക്കായിരുന്നു ഇന്നലെ ഇത്തരത്തിൽ സിദ്ദിഖ് മറുപടി നൽകിയത്. അർജുൻ കല്യാട് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. അർജുൻ, വ്യാപകമായ പ്രചാരണം ഇന്നലെ ഈ 5,40,00,000 എന്ന് പറയുന്ന കണക്ക് പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് പോലെ ദേശീയ പാർട്ടിക്ക് അത്രമാത്രം തുക മാത്രം ശേഖരിക്കാൻ കഴിയുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പം നോക്കൂ, വി എസ് ജോയ് എന്നൊരു നേതാവ് മാത്രം 19 ലക്ഷം രൂപ അദ്ദേഹം മാത്രം അത് കൈമാറിയതുമായി ബന്ധപ്പെട്ട സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഈ കണക്ക് വിശ്വസിക്കാൻ കഴിയുന്നതല്ല. തുടങ്ങി ഇങ്ങനെ വ്യാപകമായ പ്രചാരണം ഉണ്ടാവുകയാണ് സമൂഹ മാധ്യമങ്ങളിലാകെ. ഈ വിഷയം ആളിക്കത്തിക്കാൻ തന്നെയാണോ ഇടത് നീക്കം? മാധു, തീർച്ചയായിട്ടും ഈ വിഷയം വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലും പ്രചരണ വിഷയമാക്കി തന്നെ മാറ്റുന്നതിന് വേണ്ടിയാണ് CPM ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി CPM ഉയർത്തുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് 5,38,61,632 രൂപ മാത്രമാണ് കോൺഗ്രസ് പോലുള്ള ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം പിരിച്ചെടുത്തിട്ടുള്ളത്. അതിനകത്ത് തന്നെ 1,05,00,000 രൂപ യൂത്ത് കോൺഗ്രസ് പിരിച്ചു നൽകിയ തുകയാണ്. നേരത്തെ മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ മലപ്പുറത്തെ DCC പ്രസിഡന്റ് VS ജോയിയുടെ നേതൃത്വത്തിൽ മാത്രം ഏകദേശം 1,00,000-ലധികം രൂപ, അല്ലെങ്കിൽ ക്ഷമിക്കണം, 1/2 കോടിയോളം രൂപ പിരിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ, അതായത് VS ജോയി തന്നെ ഫേസ്ബുക്കിലൂടെ തന്നെ പങ്കുവച്ചിട്ടുള്ള അന്നത്തെ കുറിപ്പുകൾ 2024 ഓഗസ്റ്റ് 29-നും 2024 ഒക്ടോബർ 17-നും 2024 ഓഗസ്റ്റ് 23-ന് തുടങ്ങിയിട്ടുള്ള VS ജോയി തന്നെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പുകൾ ഉൾപ്പെടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രചരണ വിഷയമാക്കുകയാണ്. ഇങ്ങനെ ഒരു DCC പ്രസിഡന്റ് മാത്രം 1/2 കോടിയോളം രൂപ പിരിച്ചു നൽകിയിട്ടുണ്ടെങ്കിൽ ഇൻകാസ് തുടങ്ങിയിട്ടുള്ള വിദേശ രാജ്യങ്ങളിലുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ സംഘടന ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പണം സ്വരൂപിച്ച് നൽകിയിട്ടും ഇത്ര ചുരുങ്ങിയ തുക മാത്രമാണ് ഈ കണക്കിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നത് അവിശ്വസനീയമാണ് എന്നുള്ളതാണ് CPM-ന്റെ നേതാക്കളെല്ലാം തന്നെ പറയുന്നത്. അതിന് പുറമെ 5 ഏക്കർ 42.5 സെന്റ് സ്ഥലമാണ് ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ വാങ്ങിയത്. ആ സ്ഥലം ഏറ്റെടുപ്പിന് തന്നെ ഇപ്പോൾ പണം കഴിഞ്ഞിരിക്കുന്നു. ഇനി എങ്ങനെയാണ് വീട് നിർമ്മിക്കാൻ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? അതായത് അവിടെയുള്ള പുനരധിവാസത്തിൽ അല്ലെങ്കിൽ വയനാട് ദുരിതം അനുഭവിച്ച ഒരാൾക്ക് പോലും ഇനി കോൺഗ്രസ് വീട് വെച്ച് നൽകില്ല. കാരണം അവരുടെ കയ്യിൽ പണമില്ല എന്നുള്ള പ്രചരണമാണ് CPM നേതാക്കൾ നടത്തുന്നത്. വ്യാപകമായി ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രചാരണായുധമാക്കാൻ തന്നെയാണ് ഇടത് നീക്കം.